എന്നാണോ അത്തരത്തിലുള്ള സാഹചര്യം വരുന്നത്, അവനവന്റെ ബന്ധുക്കൾക്ക് എന്നാണോ അത്തരത്തിലുള്ള സാഹചര്യം വരുന്നത്, ആ പ്രിയപ്പെട്ടവനെ അങ്ങനെ ആരെങ്കിലും നമ്മുടെ ബന്ധത്തിലുണ്ടെങ്കിൽ, നമ്മളെ മക്കളുണ്ടെങ്കിൽ അന്ന് മാത്രമേയുള്ളൂ ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ അവസാന വഴികളും നമ്മൾ തേടും. പുറമെ നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറ്റം പറയാൻ വലിയ എളുപ്പമാണ്. കരൾ രോഗം വന്നാൽ, മജ്ജ മാറ്റിവെക്കേണ്ടി വന്നാൽ, ക്യാൻസർ അസുഖം വന്നാൽ മറ്റു മാർഗങ്ങളില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ള കേസാണ് ഇത്തരം ആളുകളെ തേടി വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സുരേഷ് ബാബു എന്ന് പറയുന്നത് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ മുക്കം യൂണിറ്റിലെ പ്രിയപ്പെട്ട മെമ്പറായിരുന്നു. ആ പ്രിയപ്പെട്ട മെമ്പർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വ്യാപാരിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കിന്റെ ഏകോപന സമിതിയുടെ പ്രിയപ്പെട്ട ആ ഉത്തരവാദിത്വമാണ് മുക്കത്തുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിറ്റുകളിലൊന്ന്, ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരുള്ള വലിയ യൂണിറ്റാണ് മുക്കം യൂണിറ്റ് എന്ന് പറയുന്നത്. ഒത്തിരിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അലിക്ക, പ്രിയപ്പെട്ട ചാലിയാർ, അതേപോലെ തന്നെ യൂത്ത് വിങ്ങിന്റെ പ്രിയപ്പെട്ടവരെ അനീസ്ക, സത്താർക്ക അടക്കമുള്ള ഒത്തിരി ആളുകൾ ഈ ഒരു പ്രവർത്തനത്തിൽ കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം കൂടി എടുത്ത് കയ്യിൽ നിന്ന് കൊടുക്കാൻ മറ്റു മാർഗങ്ങൾ ഞങ്ങൾ കൂടെയില്ല. പല തുള്ളി പെരുവെള്ളമായി 10 രൂപയെങ്കിലും ആരെങ്കിലും നൽകട്ടെ, ആരെങ്കിലും മുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടി യാചിച്ചുകൊണ്ട് സുരേഷ് ബാബുവിന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും സമാഹരിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിച്ചാണ് ആരോഗ്യം സമയം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പലർക്കും മറ്റുള്ളവന്റെ മുമ്പിൽ ബക്കറ്റ് പിടിക്കാൻ മടിയാണ്, കൈ നീട്ടാൻ മടിയാണ്, സാമ്പത്തികം ചോദിക്കാൻ പിരിവിന് പോവാൻ മടിയാണ്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ കച്ചവടത്തിന്റെ തിരക്കിൽ പോലും കച്ചവടക്കാരെ സമീപിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് സുരേഷ് ബാബുവിന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സുരേഷ് ബാബു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റിന്റെ പ്രസിഡന്റ് അലി അക്ബർക്ക നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഷബീർക്കർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രത്യേക സമയം, പ്രത്യേകിച്ച് വ്യാപാര മേഖലയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണ്. എങ്കിലും ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് നമ്മോടൊപ്പം കൂടെ നിന്ന് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് പ്രിയപ്പെട്ട സുരേഷ് ബാബുവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഭാരിച്ച ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സമാഹരണത്തിൽ നിങ്ങളൊക്കെ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും വിനീതമായി സൂചിപ്പിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക ചെലവ് വരുന്ന ഇത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ വ്യാപാര മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരം പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആരെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിയപ്പെട്ട സുരേഷ് ബാബുവിനെ ചേർത്ത് നിർത്താൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും നല്ലവരായ സഹോദരി സഹോദരന്മാർക്ക് തന്നെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് എല്ലാവരും സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഷമീർ കുന്നമംഗൽ നമ്മുടെ ഈ ഒരു മേഖലയിൽ ഒരുപാട് കാലമായി നമ്മൾ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹമായി അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ഞാൻ അദ്ദേഹമായി നേരത്തെ അറിയുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം നമ്മളേറെ സന്തോഷത്തോടും അഭിമാനത്തോടും തന്നെയാണ് നോക്കിക്കാണുന്നത്. ആ വിഷയം അദ്ദേഹം ഏറ്റെടുത്തോടുകൂടി തന്നെ നമ്മുടെ ഒരു പകുതി പ്രയാസങ്ങൾ അവിടെ തന്നെ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് ആ അർത്ഥത്തിൽ നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുകൂടി എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സദ്യുദ്യമത്തിൽ എല്ലാവരും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആർക്ക് പ്രശ്നം വന്നാലും നമ്മൾ കയറി പോകുന്നത് ആ നാട്ടിലുള്ള കച്ചവട സ്ഥാപനത്തിലേക്കാണ്. അത് ചിലപ്പോൾ മുഹമ്മദ് ഖായുടെ ആയിരിക്കും, രാമേട്ടന്റേതായിരിക്കും, ജോസഫിന്റെ ആയിരിക്കും. ഒരു ഓൺലൈൻ മാധ്യമങ്ങളെയും ഒരു ഓൺലൈൻ കച്ചവടക്കാരെയും നാട്ടിൽ പ്രയാസം വന്നാൽ ഒരാളും കാണില്ല. ഞാനിപ്പം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കച്ചവടക്കാരനാണ് ഇന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഈ മുക്കം അങ്ങാടിയിൽ പല ആളുകൾക്കും വേണ്ടും ഈ വ്യാപാരികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പൈസ തന്നിട്ടുണ്ട്. അവരെ ഏകോപന സമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ, കച്ചവടക്കാർ വരുമ്പോ
പിരിവിന് വരുമ്പോൾ സഹായിക്കണേ എന്ന് പറഞ്ഞ് അവർ വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ മുക്കത്തുള്ള പ്രിയപ്പെട്ട എല്ലാ വ്യാപാരികളും പല നാടുകളിലുള്ള രോഗികളെയും സഹായിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്, പൊതുജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ടവനാണ് ഇന്ന് മാരകമായ അസുഖം വന്ന് ബാധിച്ചിട്ടുള്ളത്. ആ തിരിച്ച് ഇവര് നമ്മളോട് കാണിച്ചിട്ടുള്ള ഇത്രയും വലിയ നന്ദി അത് തിരിച്ചു കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്നുള്ള വലിയ കാര്യം കൂടി എല്ലാവരും ഓർക്കണം. ആ പ്രിയപ്പെട്ടവന് വേണ്ടി ഒരു നാട് ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ സഹായിക്കണേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സ്പീഡാക്കണേ, ഞാൻ അലിക്ക സ്പീഡ് പോവും, സ്പീഡാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രാമറ്റം ഉണ്ടായി. നമ്മളെ പായ മെമ്പറായിരുന്നു മുക്കത്ത് യൂണിറ്റിന്റെ പായ മെമ്പറായിരുന്നു നമ്മളെ വ്യാപാരിന്റെ കാര്യമായിട്ടൊന്ന് എങ്ങോട്ടാ ഇത് പിടിച്ചോളെ. ഒരാൾ മുന്നിൽ നടന്നാൽ മതി. സ്പീഡ് കൊച്ചുണ്ടാക്കി നടന്നാൽ മതി. വേമേ സ്പീഡാക്കാം. ജ്വല്ലറി അറിയുന്നാലും മുന്നിൽ പോണേ. പ്രസിഡന്റ് ഒന്നും മുന്നിൽ. അതൊക്കെ തിരക്കാം. തിരക്കുള്ള നമ്മളെ സുരേഷ് ബാബുവിന്റെ കരട് മാറ്റിക്കൽ സർജറി ഇല്ലേ, അതിലേക്ക് ഒരു ഭീമമായ സംഖ്യ നമുക്ക് ഇവർക്കത്ത് കൊടുക്കേണ്ടതുണ്ട്. സാറാ നമ്മളെങ്ങോട്ടാ? അലി അക്ബർ പറഞ്ഞാ മതി. ഞാൻ കയ്യിൽ വാങ്ങാം അലിക്ക. സുരേഷ് ബാബുവിന്റെ എന്തെങ്കിലും ഒന്ന് ഉഷാറായി. ഞാൻ കൂടാ അല്ല അത് ഉണങ്ങി പോവാ, തൂമ്പ് ഉണങ്ങി പോവാ, അതിനടിച്ചൊക്കെ പണിയിലല്ലേ നമ്മളെ ആ സുരേഷ് ബാബുവിന്റെ കരട് മാറ്റിക്കൽ സർജറിയിലെ ഒരു പിരിവിനിറങ്ങിയാണ്. അച്ഛൻ നമ്മളെ സുരേഷ് ചേട്ടന്റെ
പോയിട്ടോ. അത് തട്ടാനാണ്. കൊടുത്ത് സുരേഷ് ചേട്ടൻ്റെ ഞങ്ങളുടെ മാറ്റിവെക്കൽ സർജറി. ഞാൻ റോഡിൽ നിൽക്കണോ? നമ്മുടെ സുരേഷ് ചേട്ടന്റെ ഒരു കരമാറ്റിന്റെ കലശനാണ്. അവിടെ നിൽക്കും സാറേ, 2 സെക്ഷനാക്കി നിർത്താം. എന്തെങ്കിലും ആവുമോ? ഒരു കച്ചവടക്കാരനാണ് മുക്കത്തെ. കച്ചവടക്കാരനാണ്. ചെയ്തോ? മാമനാ? ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ? ഞാൻ കൊന്നോകല്ലേ? എന്തായാലും ശരി ശരി. ആ ഇത് മാമനാ? അതുപോലെ നിൽക്കണ്ടേ? ആ അല്ലേ? ജാഫർക്ക പൂക്കാക്ക എന്താണ്? ആണല്ലേ? നമ്പറായിരുന്നു. അല്ലേ? അല്ല ഫോണോട് വെച്ചിട്ട് പോയി. അത് പറഞ്ഞാൽ മതി. 1000 കൊടുത്തത് ബാക്കി വന്നിട്ട് പറഞ്ഞാലില്ല. ഓ നമ്മളെ ചെമ്പരില്ല നടത്തിയിടാം.
അതെടുക്കുമല്ലേ? സുൽഫിക്ക സുൽഫിക്ക നമ്മളെ സുരേഷ് ഏട്ടൻ വ്യാപാരിയാണ്. സർജറിയാണ്. അപ്പോൾ നമ്മൾ കച്ചവടക്കാരനാ. അതിനെക്കുറിച്ച് നിങ്ങൾ പരിചയമുണ്ടല്ലോ. ഏത് ഓർഡർ വന്നേക്ക്.
നിങ്ങൾ വന്നോട്ടോ ഓട്ടോ പറഞ്ഞിട്ട് വരാം. നാളെ ഞായറാഴ്ച, നാളെ ബസ്സില്ല. അപ്പോൾ 10 15 20 എത്താൻ കേട്ടോ. നേരത്തെ ഹെവി ഉണ്ടാക്കില്ല. അത് ഭയങ്കര അവസ്ഥയൊന്നും മടങ്ങി പോയില്ല. ഭയങ്കര പ്രശ്നവും. ഓ എന്താ മൈക്കില്ലേ? പറഞ്ഞോളി. മൈക്കില്ലേതാ? പറഞ്ഞോടി. പറഞ്ഞോളിതാ. എന്തേ പറഞ്ഞോളി. അങ്ങനെ പറഞ്ഞു. പണ്ടാണ് പെട്ടെന്ന് രണ്ട് വാക്ക് പറയും. നമ്മളൊന്ന് കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഒരു കച്ചവടക്കാരൻ കൂടി അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ മുക്കത്ത് കലക്ഷൻ നടത്തി ജമീൽ ഖാന്റെ നേതൃത്വത്തിൽ കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുക്കത്തെ ഒരു കച്ചവടക്കാരനായ നിൽക്കുന്ന ശരി വിളിച്ചാൽ എന്നാ ഞാൻ എന്തിനാ ടെക്നിക്കലായിട്ട് പറയാൻ നിങ്ങളായി എന്താ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കോ. എന്താ ഈ മൈക്ക് നോക്കുന്നൊന്നും സുരേഷേട്ടന്റെ പിരിവുമായിട്ടാണ് നമ്മളെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മുക്കം കേരള വ്യാപാര യൂത്ത് വിങ് മുക്ക യൂണിന്റെ നേതൃത്വത്തിലാണ് കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമീർക്കാണ് നേതൃത്വം നടത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഷോപ്പിലും ഇങ്ങനെ കയറി ഇങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളുള്ളത് മുക്കത്ത് നെഫ്ന കോംപ്ലക്സിലാണ് ഇപ്പോൾ കലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നെഫ്ന കോംപ്ലക്സിലെ കലക്ഷൻ ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഭിലാഷ് ജംഗ്ഷനിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് ഏട്ടന് 2019 വരെ നമ്മുടെ മെമ്പറായിരുന്നു വ്യാപാരി വ്യവസായത്തിന്റെ. മുക്കത്തെ ഏറ്റവും നല്ലൊരു കച്ചവടക്കാരനായിരുന്നു സുരേഷ് ഏട്ടൻ. ഇപ്പോൾ അഭിലാഷ് ജംഗ്ഷനിലോട്ട് നമ്മൾ കളക്ഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മുക്കത്ത് ദീർഘകാലം കച്ചവടം ചെയ്ത സുരേഷ് ബാബുവേട്ടൻ്റെ കരൾ മാറ്റി വെക്കുന്ന
സർജറിക്ക് ആവശ്യമായ ഒരു തുക കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് മുക്കത്തെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരോടൊപ്പം നടത്തുന്ന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷമീർക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഫണ്ട് സമാഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫണ്ടിലേക്ക് ഒരുപാട് വലിയൊരു 35 ലക്ഷത്തോളം വരുന്ന വലിയൊരു ഭീമമായ തുക ഈ ഒരു ഫണ്ടിലേക്ക് സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗത്ത് മുക്കത്തെ കച്ചവടക്കാരൻ തന്നെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുരേഷ് ബാബു, മുക്കത്തെ കച്ചവടക്കാർ തന്നെയാണ് ഇപ്പോൾ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇതിന്റെ ഫണ്ട് സമാഹരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് മുക്കം അങ്ങാടിയിൽ കൂടെ ഷമീർക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു ഫണ്ട് സമാഹരണം നിങ്ങളുടെ എല്ലാവരുടെയും മുക്കത്തെ കച്ചവടക്കാരായ എല്ലാവരും ഇതിലകമഞ്ഞ് സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ദീർഘകാലം മുക്കത്ത് നമുക്കിടയിൽ കച്ചവടം നടത്തി പോന്നിരുന്ന നമ്മുടെ സുരേഷ് ബാബുവേട്ടൻ്റെ ഇരു വൃക്കകളും തകരാറി ആയിക്കൊണ്ട് ചികിത്സയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭീമമായ ഒരു സംഖ്യ ഭീമമായ ഒരു സംഖ്യയുടെ കളക്ഷന്റെ ആവശ്യത്തിനകത്രമാണ് ഈ ഒരു കളക്ഷന് ഇറങ്ങി ഇത്. രണ്ട് വാക്കറി എന്ത് വെറുതെ പറയാനല്ലോ, ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞു പോയാൽ മതിയോ? നിങ്ങളിപ്പോ ഇതുണ്ട് വിചാരിച്ചല്ല, വെറുതെ വർത്താനം പറഞ്ഞു. ഇന്ന് ഞങ്ങൾ മുക്കത്തെ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സുരേഷിന്റെ കരൾമാറ്റൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് കടകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ ട്രഡേഴ്സിലാണ് ഞങ്ങളുള്ളത്. ഐശ്വര്യ ട്രഡേഴ്സിന് സംഭാവന വാങ്ങി. ഇതാ മുക്കത്തെ പഴയകാല കച്ചവടമാണ് ഇലക്ട്രിക് വേൾഡ്. ഇലക്ട്രിക് വേൾഡിൽ ഇതാ സമീർ കുന്നമത്തിന്റെ നേതൃത്വത്തിൽ ഒരു കളക്ഷന് പോവാണ്. ഏറെ ഷെരീഫില്ലേ? ഷെരീഫില്ല? ഷെരീഫിനെ വിളിക്കേണ്ടി വരില്ലടാ, ഒന്ന് ഉസാറാക്കി കൊടുക്കണ്ടേ? അതൊക്കെ അവിടെയൊക്കെ കാണിച്ചു. സമീർ അതിന്റെ ബക്കറ്റേ നിസാറേ, പുറത്തും ബക്കറ്റ് കാണിക്കാം, ആളുകൾക്കും കാണിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള പ്രത്യേക വട എന്താണ് അല്ലേ? ഇവിടെ മുക്കത്ത് ഫേമസ് ആയ വളരെ ദൂരത്തുനിന്ന് ഒരു ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കടയാണിത്. ഞങ്ങൾ റോക്കി സതീശന്റെ അടുത്താണ് നമ്മൾ സുരേഷിന്റെ ഒരു കട, നിങ്ങൾക്കറിയാം നമ്മുടെ കച്ചവടക്കാരനാണ്. അതിനത് കൊടുക്കാം. ഷമീർ കുന്നമംഗലാണ് കഴിയുന്നത് മാക്സിമം നമ്മൾ കച്ചവടക്കാർക്ക് നമുക്ക് കൊടുക്കാൻ ഏക അവസരം അത്. അതേ പറ്റുള്ളൂ, ഉള്ളതേ കൊടുക്കാറുള്ളൂ. ഇതാ നസീമയോട് ഒരു 10 രൂപ ഇട്ടാ നസീമ ബക്കറ്റ്. ഇങ്ങോട്ട് വരി. ഇത് ഞങ്ങളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കത്തെ കളക്ഷൻ ഏജന്റാണ്. സുരേഷിനുള്ള പോട്ടെ, വലിയ നോട്ട് പോട്ടെ. പക്ഷേ ആരെ കറക്കി എഴുതി തരുത്. ഇത് പോളി ഇലക്ട്രിക്സ് മുക്കത്തെ പഴയകാല കച്ചവടമാണ്. എന്തെങ്കിലും പ്രിയപ്പെട്ടവർ, എങ്ങനെ ഒത്തിരി പൈസകൾ പലതുള്ളി പെരുവെള്ളം ആകുമ്പോഴാണ് നമുക്ക് ഈ വലിയ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകം നന്ദി. ഇതാണ് പോളി ഇലക്ട്രിക്കൽസ്. ഇത് പോളി ഗിഫ്റ്റ് ഹൗസ് മുക്കത്തെ പഴയകാല കച്ചവട സ്ഥാപനമാണ്. മുക്കത്തെ പഴയകാല കച്ചവട സ്ഥാപനമാണ്. ഇതാ പോളി ഇലക്ട്രിക്കൽ ആശിക്ക് ഷമീറിന് കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടൊരു സംഖ്യ കൊടുക്കണം, കാരണം നമ്മളെ കച്ചവടക്കാർക്ക് കൊടുക്കാൻ ഇങ്ങനെ ഏക അവസരമാണ്. ഇതിനേക്കാൾ വലിയ അവസരം നമുക്ക് കിട്ടില്ല. ഒരുപാട് കളക്ഷൻ നമ്മൾ നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആദ്യമുള്ള അവസരമാണ്. ഓക്കെ. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുക്കത്തെ പഴയകാല കച്ചവടം, അതായത് മുക്കത്ത് ചന്തൊക്കെയുള്ള കാലഘട്ടത്തിലെ ടീറ്റാക്ക് വളരെ ഉഷാറാക്കണം. ടീറ്റാക്ക് ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5 CT ജബ്ബാറാണ്. CT ജബ്ബാറാക്ക ഒരു ജബ്ബാറാക്കല്ലേ? ജബ്ബാറാക്കാനെ വിളിച്ചാ
ഇപ്പോൾ CT ജബ്ബാറൊക്കെ പഴയകാല കച്ചവടക്കാരന്റെ മുക്കത്തിന്റെ ഒരുപാട് ചരിത്രം അറിയുന്ന ആളാണ്. CT ഫുട്വെയർ എല്ലാ കറക്ഷനും നമ്മളെല്ലാം സഹായിക്കുന്ന ആളാണ്. മുക്കത്തെ ഈ ഭാഗത്തൂടെ മുക്കത്തെ കുപ്പായം ടെക്സ്റ്റൈൽസ് മുക്കത്തെ അർമന്റേക്കട പോയി അർമന്റേക്കട വാങ്ങാം. സ്പീഡാക്കിയോ സുരേഷ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എസ്പാനിയോ ടെക്സ്റ്റൈൽസ് മുക്കത്തെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. മൊലാലി ഇവിടെ ഇല്ലേ? മൊലാലിയുടെ പോയി എന്നാലും ഞങ്ങൾ പറഞ്ഞോണ്ട് ഇജ് എന്തോ എന്റെ വാക്കൂടെ നമ്മളൊരു കച്ചവടക്കാരനുള്ള പിരിവാ. ശ്രീരാഗം ജ്വല്ലറി സാജേട്ടല്ല ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു. ഞങ്ങൾ എന്നാലും ചെറിയ പിരിവിന് വന്നായിരുന്നു. ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും പവറിൽ കൊടുത്തോ. ചീത്തേക്കാൻ മയ്യാക്ക് അവിടേക്ക് പോവും. അവിടെ പോണം. 4 കടണ്ട്. കാരശ്ശേരി സൂപ്പർ മാർക്കറ്റ് ആണ് മുഖത്തെ പ്രമുഖ സ്ഥാപനമാണ്. ഇവിടെ പച്ചക്കറിയുടെ ചന്ദനക്കറ. കാക്കേ ഞങ്ങൾ ചെറിയൊരു കളക്ഷൻ നമ്മളെ സുരേഷിന്റെ നമ്മളെ മുഖത്തെ കച്ചവടക്കാരനാണ്. അപ്പൊ മജിദാക്കഥ ഇവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട്. സമീർ കുന്നമാണ്. എല്ലാവർക്കും ഓരോ പഴം തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ പഴം. അതിനെന്താ വേണ്ടി? പിന്നെന്താ പിന്നെ പോയിരുന്നൂടെ? അങ്ങനെ പാക്കറ്റ് അടിക്കുക. ഒന്ന് കീപ്പെടുവാ. ഇതാ ആര്യവതി സ്ഥല മോനെ ഞങ്ങൾ കളക്ഷനാണ്. നമ്മളെ മുഖത്തെ കച്ചവടക്കാരൻ സുരേഷിന്റെ കരൾ മാറ്റിവെക്കൽ സമീർ കുന്നോങ്ങലാണ്. അപ്പൊ കാര്യമായിട്ട് എന്തോന്ന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല. ഓക്കെ, താങ്ക് യു. ജപ്പാറക്കാട് വീടേക്ക് പോവാ. മുക്കത്തെ CT ഫുട്വെയർ എന്ന് പറഞ്ഞാൽ മുക്കത്തെ പ്രമുഖ നമ്മൾ സുരേഷിന്റെ വാപ്പിൽ. അപ്പൊ നിങ്ങൾ പുറത്തു പോയ പറക്ക്. CT ഫുട്വെയർ എന്ന് പറഞ്ഞാൽ മുക്കത്തെ പ്രമുഖ ചെരുപ്പ് കടയാണ്. മുക്കത്തിന്റെ ചരിത്രം പറയാണ്. CT ജബ്ബാറക്കനെ ഒന്ന് കണ്ടാൽ മതി. CT ജബ്ബാറക്കനെ എല്ലാ ചരിത്രങ്ങളും പറഞ്ഞുതരും. പഴയകാല കച്ചവടക്കാരനാണ്. ഞാൻ ഉണ്ടെന്നെ. അല്ല ഇവിടെ ഇങ്ങോട്ട് 2-3 കട ഉണ്ടല്ലോ. ഹലോ പെട്ടെന്ന് അവിടെ 1-2 കടയല്ലേ? അതിലൊന്ന് കയറി നിങ്ങളാ. അതിലങ്ങോട്ട് ഞാൻ കയറിക്കോ. ചാലിയാട് കളക്ഷൻ എടുക്കണം. ഞാൻ തരാം. ചാലിയാട് ബക്കറ്റ് ഇട്ടണ്ട. ബക്കറ്റ് ഇട്ടതിന് പരിധി ഉണ്ടാവും. ചാലിയാട് ബക്കറ്റ് ഇട്ടാ പരിധി ഉണ്ടാവും. ഇതിയാക്ക് അവിടെ ഇല്ല. അപ്പം സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഞങ്ങൾ ഇറങ്ങാൻ കാരണം മുക്കത്തെ കച്ചവടക്കാർ പ്രത്യേകം ഇറങ്ങാൻ കാരണം മുക്കത്തെ കച്ചവടക്കാരനായിരുന്നു. ഒരു വ്യാപാരിയായിരുന്നു. ഓഫീസിന്റെ മുകളിലുണ്ടോ? ഞങ്ങൾ വെൽവണ്ണിലാണുള്ളത്. വെൽവൺ എന്ന് പറഞ്ഞാൽ മുക്കത്തെ
ഫുട്വെയർ രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ്. സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ. സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ മുക്കത്തൊരു പഴയകാല കച്ചവടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നാട്ടിൽ ജനകീയ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് വെൽബൺ ഫിറോസിന്റെ അടുത്താണ്. മുക്കത്തെ പ്രമുഖ ഫുട്വെയർ സ്ഥാപനമാണ്. വെൽബൺ ഭക്ഷണം തെറ്റൂല. അപ്പൊ നമ്മൾ നിത്യം ഒരുപാട് പിരിവുകളാണ് ഉണ്ടാല്. അപ്പൊ ആ കൂട്ടത്തിൽ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഇറങ്ങിയാണ്. നിങ്ങൾ ഇഷ്ടമുള്ള ഇടുക. നിങ്ങളോട് കൈ കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ഒരു അർഹതപ്പെട്ട ഒരു പിരിവാണ് നമ്മളത്. നമ്മളിങ്ങനെ പൊതുവെ വെൽവണ് നമ്മളെ സുരേഷ് ബാബു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നമുക്ക് കാര്യമായ സംഗീതം സഹായിച്ചിരിക്കുകയാണ്. നേരിട്ടാണ് വ്യാപാരി മുക്കത്തെ വ്യാപാരി സമൂഹത്തിന്റെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ ചാലിയാർ നേതൃത്വ പാഠം, സംഘടനാ പാഠവും എല്ലാ നിലക്കും ഒത്തിരി കാലമായി മുക്കത്തിന്റെ സാമൂഹ്യ മേഖല നിറസാന്നിധ്യം ചാലിയാർക്കയുടെ പീടികയിലാണ്. ഇനി അവസരം കിട്ടും. ഓരോ മൊബൈൽ എടുത്തോളൂ. മുക്കത്തെ ചാലിയാറിലാണ്. മുക്കത്തെ വ്യാപാരികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. കരുത്തുറ്റ നേതാവ്, എല്ലാ കാര്യങ്ങളും സംഘടനാ ശേഷിയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. പാരമ്പര്യത്തിന്റെ കരുത്തുമായി ചാലിയാർ ഏജൻസീസ് അല്ലേ, ചാലിയാർ ഏജൻസീസ് മുക്കം. വേറെ പൈസ ഇപ്പൊ ഞങ്ങളുള്ളത് മുക്കം ഫ്ലവേഴ്സിലാണ്. മുക്കം ഫ്ലവേഴ്സിലാണ്. സുരേഷിന്റെ കരൾ മാറ്റിവെക്ക മുക്കത്തെ കച്ചവടക്കാരനാണ്. മുക്കം ഫ്ലവേഴ്സ് സമസ്ത മൊബൈലാണ് അടുത്ത് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത നമ്മളെ കരൾ മാറ്റിവെക്കലാണ്. ശസ്ത്രക്രിയക്കുള്ള ഒരു ആശിമുണ്ടോ? ഇല്ലാണ്ട് പെണ്ണുങ്ങളുണ്ടോ? ആശിമ അതോടെ ഒക്കെ പ്രയാസത്തിലാണ്. എന്നാലും ഫാബ് യു ക്ലബ്, ആശിം പുന്നക്കൽ മുക്കത്തെ വസ്ത്രവ്യാപാര രംഗത്തെ വ്യത്യസ്ത മുഖമാണ്. ഫാബിയു എനിക്ക് അവന്റെ പഴയ പേരേക്ക് ഇസയ്ക്ക് കിട്ടുള്ളൂ. ജയ്പൂർ ഡ്രസ്സാണ്. അല്ല ഓൺലൈൻ അല്ല, പ്രധാനപ്പെട്ട കച്ചവടം ഓൺലൈനിൽ ചെറുതേ ഉള്ളൂ, അങ്ങനൊന്നുമില്ല. അപ്പം മുക്കത്തെ മറ്റൊരു ഫാർമസിയിലാണ് നമ്മളുള്ളത്, പരതയിൽ ഫാർമസി മുക്കം.
അഭിവാദ്യമുണ്ട്. നമ്മൾ സുരേഷിന്റെ കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ കാര്യമായിട്ട് ഒരു കച്ചവടക്കാരനാണ്, മുക്കത്തെ വ്യാപാരിയാണ്. കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പിരിവ് ഇതായിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പിരിവ് വേറെ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിന് കാലത്തിന്റെ ഇടയിൽ നമ്മൾ പൊതുവിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും നമ്മള് സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ മുക്കത്ത് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലമിൻ സത്താറുണ്ട്, മുക്കത്തെ പഴയകാല ഫ്രൂട്ട്സ് കച്ചവടക്കാരാണെങ്കിൽ ഇപ്പോൾ ഷമീർ കുന്നമംഗലത്തിന്റെ കൂടെ ചാരിറ്റി പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ സാന്നിധ്യത്തിലാണ്. ഇവരൊക്കെ ബക്കറ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുത്തേ. കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ അവിടെ ആ ഭാഗത്തേക്ക് പോകണം. ഉടയാട മുക്കത്തിന്റെ പേരും യശസ്സും വാനോളം ഉയർത്തിയ മുക്കത്തിന്റെ ചരിത്രം മലയാള കരയിൽ അടയാളപ്പെടുത്തിയ ഒരു കടയാണ് ഉടയാട. ഞങ്ങൾ ഉടയാടയിലാണുള്ളത്. അലങ്കാർ മെറ്റൽസ് ഇന്ന് സലീമാക്ക ലീവായിരിക്കും, ബാപ്പുമായിരിക്കും. അത് ആരാക്കണ്ട, ചെറിയൊരു പിരിവിട്ടോട്. പിന്നെ സലീമാക്കൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിനി പറഞ്ഞാൽ സലീമാക്കൊണ്ട് പറഞ്ഞാൽ മതി. അപ്പോൾ സലീമാക്കൊണ്ട് വേറെ വാങ്ങാം, പ്രൈവറ്റ് ആയിട്ട് വാങ്ങാം, സെപ്പറേറ്റ് വാങ്ങാം. ഇനി ഇതാ ഞങ്ങളിങ്ങനെ മുക്കത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആലഞ്ചോട് ഭാഗത്തെത്തി. PC റോഡൊക്കെ കഴിഞ്ഞിട്ട് സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതിലേക്കുള്ള ഫണ്ടാണ്. ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ കരുത്തുറ്റ സെക്രട്ടറി അനീസുദ്ദീൻ ഉണ്ട്, പോളി മജീദാക്ക ഉണ്ട്, അതുകൊണ്ട് തന്നെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി സനം നൂറുണ്ട്, അങ്ങനെ സാദിഖ്, സമീർ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മളെ നിസാർ ബെല്ല, യൂത്ത് ജില്ലാ സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡന്റ് നിസാർ ബെല്ല. ഞങ്ങൾ കളക്ഷനിലാണ്, സജീവ കളക്ഷനിലാണ്. അപ്പം ചെറുതും വലുതുമായ സംഖ്യ ഞങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബക്കറ്റ് കാട്ടി കൊടുത്തുള്ളൂ. ആ ബക്കറ്റ് ഇങ്ങോട്ട് കാട്ടിവിടൂ. ഞങ്ങൾ കളക്ഷനിൽ തന്നെയാണ്. ആലിഞ്ചോട് ഫസ്റ്റ് കെയർ മുക്കത്തെ നീതി മെഡിക്കൽസിലാണ്. കനിവുള്ളവരെ കനിയൂ. സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് മുക്കത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഷമീർ കുന്നമംഗലത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കർഷനാണ്. പഴയകാല മുക്കത്തെ കച്ചവടക്കാരടുത്താണ് ഞങ്ങളുള്ളത്. സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് നല്ലൊരു സംഗീതം സഹായിച്ചിരിക്കുകയാണ്. മുക്കത്തെ പഴയകാല കച്ചവടക്കാരൻ ചെട്ടിയാര്. നമ്മളെ സ്വന്തം വൈദ്യര് നമ്മൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഒരു ചെറിയ കളക്ഷനാണ്. ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ മുക്കത്തെ കച്ചവടക്കാരനാണ്. മുക്കത്തെ ആലിഞ്ചോട്ടിൽ പഴയകാല തടിമരുന്ന് കച്ചവടം ദ്വാരക. നമ്മൾ പ്രതീക്ഷിച്ചതിൽ വലിയ സംഖ്യ നൽകിക്കൊണ്ടാണ് ഞങ്ങളോട് സഹായിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ TP കളക്ഷൻ എന്തെടുത്തിട്ട് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ മുതലാളിയോട് പറയാമോ? പേരിനെന്തോട്ടാ മതി, ഞങ്ങൾ പറഞ്ഞോണ്ട്. ഇനി പൈസ തന്നെ എന്താ പറയണേ, ഞങ്ങൾ പരിഹാരണ്ടാക്കുന്നുണ്ട്. കളക്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കങ്ങാടി തന്നെയാണുള്ളത്. സ്റ്റോർ റിപ്പയർ, പൗദ് ഫാൻസി, ഇതിൽ കയറണം. CCയിൽ കയറാം. വാവുഡ് ഫാൻസി ഇവിടെ ഇല്ല, വന്നിനോ?
സത്താർ ഇവിടെ കയറി ആ CC ടൈംസ് വാച്ച് കടയാണ്. മുക്കത്തെ വാച്ച് കടയിൽ പ്രമുഖ സ്ഥാപനമാണ്. അപ്പം ഷമീർ കുന്നമലത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ കളക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. CC വാച്ച് ഹൗസ് മുക്കം. ആലിഞ്ചോടാണ് ഈ സ്ഥാപനം. വാച്ചുകളുടെ ഏത് ശേഖരവും ഇവിടെ ഉണ്ടാവും. PK മെൻസ് അർമാൻഡാക്കിന്റെ കടയാണ്. നമുക്ക് അവിടെ പോവാം. റെയിൻബോ സ്റ്റോർ മുക്കത്തെ ആലിഞ്ചോട്ടിലെ പഴയകാലത്തൊക്കെ കുട്ടികൾ പന്ത് കളിക്കാനൊക്കെ ആദ്യമായിട്ട് കളക്ഷന് വേണ്ടി ഇവിടെ റെയിൻബോ സ്റ്റോറിലാണ്. പഴയകാല കച്ചവടക്കാരനാണ്. ഷമീർ കുന്നമലത്തിന്റെ നേതൃത്വത്തിലുള്ള പിരിവാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വിളിച്ചാളി. എവിടെയാണ്? കല്യാണത്തിലല്ലേ? ഇതായിരിക്കല്ലേ മൊത്തത്തിൽ പോയിനോ? പഴയകാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പന്തലൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പിരിവ് റെയിൻബോ ആയിരിക്കും. പന്തിനുള്ള കുട്ടിക്കാലത്തൊക്കെ മുക്കത്ത് കാര്യമായിട്ട് ഒരു സംഭാവന ഒക്കെ നടക്കുന്ന കടയായിരുന്നു. ചെറുതും വലുതുമായ സംഖ്യകൾ വാങ്ങിക്കൊണ്ട് സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുക്കം ആലിഞ്ചോട് ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി സ്റ്റോറിലാണ് ഞങ്ങളുള്ളത്. മുക്കം വെറൈറ്റി സ്റ്റോറിൽ കനിവുള്ളവരെ കനിയൂ സുരേഷ് ബാബുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുക്കം അങ്ങാടിയിൽ ആലിഞ്ചോട് ഭാഗത്ത് കളക്ഷനിലാണ്. വെറൈറ്റി സ്റ്റോറിലാണ് ഇപ്പോൾ ഉള്ളത്. MT സ്റ്റോർ. ഇല്ലക്കണ്ടി മെഡിക്കൽസിലാണ് ഞങ്ങളുള്ളത്. മുഖത്ത് ആലിഞ്ചോട്ടിലെ പഴയകാല മെഡിക്കൽ ഷോപ്പാണ് ഇല്ലക്കണ്ടി മെഡിക്കൽസ്. ക്ലോസ് ചെയ്യല്ലോ പറഞ്ഞാലേ. ലൈവ് ക്ലോസ് ചെയ്യാനല്ലേ? ലൈവ് ക്ലോസ് ചെയ്താൽ നന്ദി എല്ലാവർക്കും പറയും. കൂട്ടം പ്രിയപ്പെട്ട ഓമശ്ശേരി പെരുവലിയുള്ള മുക്കത്തെ പഴയകാല കച്ചവടക്കാരനാണ് സുരേഷ് ബാബു. അദ്ദേഹത്തിന്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കളക്ഷനിലാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമല അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുക്കം യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ തുടങ്ങിയ ചാലിയാറ്, ഹാരിസ് ബാബു, നിസാറ്, നൂറുദ്ദീൻ എല്ലാവരുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പോളി മജീദാക്ക് അടക്കമുള്ള ആളുകൾ നേതൃത്വം മുക്കത്തെ മുഴുവൻ കച്ചവടക്കാരെ സമീപിക്കുകയും പൊതുജനങ്ങളിൽ നിന്നും മുക്കത്തെ കച്ചവടക്കാരിൽ നിന്നും നമ്മൾ കളക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇതുമായി സഹകരിച്ച മുക്കത്തെ നിലവിലായ വ്യാപാരികൾ, പൊതുജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മറ്റു മേഖല മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സാമ്പത്തികമായ സഹകരണം പ്രത്യേക പ്രാർത്ഥനയും ഈ സുരേഷ് ഏട്ടൻ വിഷയത്തിലുണ്ടാവുന്ന അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സുരേഷ് ബാബുവിന്റെ കളക്ഷൻ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ലൈവോടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ കളക്ഷനുമായിട്ട് മുമ്പോട്ട് പോകാനാണ്. ഈ സംരംഭത്തോട് സഹകരിച്ച മുക്കത്ത് മുഴുവൻ വ്യാപാരികൾക്കും അത് പൊതുജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് മൈക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ മുക്കങ്ങാടിയിലേക്ക് നടന്ന വ്യാപാരി വ്യവസായ നേതൃത്വത്തിൽ നടന്ന കാരണം സഹപ്രവർത്തകന് ഒരു കൈത്താങ്ങി എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് നമ്മൾ നടത്തിയ ഈ പരിപാടി അമ്പിച്ച് വിജയാക്കാനും അതുപോലെ സഹകരിച്ച മുഴുവൻ വ്യാപാരികളെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സുരേഷ് ബാബുവിന്റെ ഈ
ഒരു പിരിവ് കളക്ഷനുമായിട്ടുള്ള ഇതിൽ സഹകരിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കച്ചവടക്കാർക്കും നന്ദി അറിയിക്കുകയാണ്. രണ്ട് വാക്ക് നമ്മുടെ നൂറുദ്ദീൻ. സുരേഷ് ബാബുവിന്റെ ഈ കളക്ഷനിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് മുക്കത്ത് നടന്നത്. യൂത്ത് വിങ്ങിന്റെ എല്ലാ പ്രവർത്തകന്മാരും ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് ഷമീർ കുന്നമലത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഏറ്റെടുത്തത് നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിസാർ ബെല്ല യൂത്ത് വിങ്ങിന്റെ കരുത്തനായ പ്രസിഡന്റ്. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹായിച്ചവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചു. പ്രിയപ്പെട്ട അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇത് പല വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യൂണിറ്റിൽ നിന്ന് ഒരു 1000 രൂപയെങ്കിലും സമാഹരിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക. കാരണം പ്രിയപ്പെട്ട സുരേഷ് ബാബു ഏട്ടൻ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടാൻ പാടില്ല, ചികിത്സ മുടങ്ങാൻ പാടില്ല. മുക്കത്തെ ഓരോ കച്ചവടക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.